ഇന്ന് തൃശ്ശൂരിലേക്ക് പോവുകയാണ് കേട്ടോ. സുവോളജിക്കൽ പാർക്ക് തുടങ്ങിയില്ല തൃശ്ശൂരിൽ, അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനും കൂട്ടുകാരനും ഉണ്ട്. ഇപ്പോൾ തന്നെ സമയം 3:45, 5 മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. എത്ര മണിക്ക് എത്തുന്നതല്ല, എന്തായാലും പോയി നോക്കുന്നുണ്ട്. അല്ലെങ്കിലേ സമയമില്ലാത്തടത്ത് വന്നെങ്കിൽ കഴിച്ചിട്ട് വരാൻ വേണ്ടി ഒരു ബേക്കറി എടുത്ത് വേണ്ടപ്പോൾ വണ്ടി നിർത്താൻ പറഞ്ഞു. അങ്ങനെ വണ്ടി നിർത്തിയിട്ട് അവൻ കഴിക്കാൻ വേണ്ടി പോയി. ഒരു പഴംപൊരി കഴിച്ചിട്ട് വേണ്ടി പോയതാണ്. ഇനിയിപ്പോൾ അതിന് കാണാൻ പറ്റിയ പോലെ തന്നെ ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകി. കറക്റ്റ് 5 മണിക്ക് എത്തി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യാതെങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെക്കാട്ടി മുമ്പ് എത്തിയതാണ്, അരമണിക്കൂർ മുമ്പ് എത്തിയതാണ് ഇവർ പറഞ്ഞു. അവർ വന്നപ്പം ക്ലോസ് ചെയ്തിരിക്കണം. കൂട്ടുകാരൻ കുറേ ഇരുന്ന് അവൻ കടന്നുറങ്ങി. ഞാനും എന്താ ചെയ്യുന്നത് ആലോചിച്ച് അങ്ങനെ ഇരുന്ന്. അപ്പോൾ അടുത്ത അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് അടുത്ത മാസം മുതലാണ് ടിക്കറ്റ് കൊടുത്ത് തുടങ്ങുള്ളൂന്നായി. ഇത്രയും ദൂരം മരണപ്പാച്ചിൽ വണ്ടി ഓടിച്ച് വന്ന് വെറുതെ അവിടെ നേരെ പോയി തൃശ്ശൂർ റോഡിലേക്കാണ്. അവിടെ വണ്ടി നിർത്തി ആ ടൗണിലെ കൂടെ ഒന്ന് കറങ്ങി. പിന്നെ ലൈറ്റായിട്ട് വിശന്നപ്പോൾ ഒരു സ്നാക്സ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. അവിടെ പോയപ്പോൾ ബ്രെഡിൻ്റെ ഒരു ഐറ്റംസ് കണ്ടു, ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങി. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ വയറ് കപ്പുന്നായി. ഇതിനുള്ളിൽ ചിക്കനൊക്കെ ഉണ്ടോ തോന്നുന്നു, നല്ല ടേസ്റ്റിന് കഴിക്കാൻ. അങ്ങനെ അതും കഴിച്ച് നേരെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാണാൻ പറ്റിയത് കണ്ടില്ല, കാണാൻ വന്നത് മൂഞ്ചി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പുറത്ത് നല്ല തണുപ്പുണ്ട്. അങ്ങനെ കുതിരാൻ ടണലെത്തി. ടണലിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ എന്താണോ തണുപ്പേ അല്ല കേട്ടോ. വരുമ്പോൾ നല്ല സ്പീഡ് വന്നുകൊണ്ട് പോകുമ്പോൾ പതുക്കെയാണ് കേട്ടോ പോണ്. അങ്ങനെ സാധാരണ കഴിക്കണ ഹോട്ടലിൽ കഴിച്ചിട്ട് പോകാനായിട്ട് എത്തി. വടക്കഞ്ചേരി ബിസ്മി തട്ടുകട. ഞാൻ ഈ 3-4 മാസത്തിൽ ഇവിടെ 4-5 വട്ടമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വെച്ച് ദോശ കഴിച്ചു. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ചിക്കൻ കൊണ്ടാട്ടം ബീഫ് കൊണ്ടാട്ടം. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം ട്രൈ ചെയ്തു. ഇപ്പോൾ ഇപ്രാവശ്യം ബീഫ് കൊണ്ടാട്ടം കഴിക്കാൻ വേണ്ടി അത് ട്രൈ ചെയ്യാണ്ടിരിക്കുകയാണ്. നല്ല എരിവുണ്ട് കേട്ടോ കഴിക്കാൻ. കംപ്ലീറ്റ് വറമുളക് അരച്ച് കലക്കിക്കണില്ലേ. ശരി, ബീഫിൻ്റെ കൂടെ ഒരു പൊറോട്ട കഴിക്കാൻ വേണ്ടി പൊറോട്ടയും പറഞ്ഞു. നല്ല എരിവുണ്ട്, എരിവ് സഹിക്കാൻ പറ്റില്ല കേട്ടോ. നാക്കൊക്കെ പൊള്ളി, എന്താ ഒന്നും അറിയില്ല എനിക്ക്. ഇന്ത്യയിൽ ഇത്ര എരിവ് ടൂട്ടിയെന്ന് മനസ്സിലായി. അത്ര എരിവായതുകൊണ്ട് തിന്നാൻ പറ്റുകയാണെങ്കിൽ പകുതി പൊറോട്ട ബാക്കി വെച്ചു. അപ്പോൾ ശരി, ഓക്കെ, ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. നേരെ വീട്ടിൽ പോട്ടെ. ഓക്കെ, ബൈ.